ചിലർ പറയുന്നത് കേൾക്കുമ്പോഴേ ശരിക്കും സങ്കടം വരാറുണ്ട് അല്ലേ? ചിലരുടെ അനുഭവകഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരാറില്ലേ? എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ചില നിർണായക ഘട്ടങ്ങൾ. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ട് എല്ലാവർക്കും ഉണ്ട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ. അത് അതെന്താണെന്ന് വെച്ചാൽ ഒരു ഇരുട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രകാശം ഉണ്ടെന്ന് പറയും പോലെ തന്നെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇരുട്ട് വ്യാപിക്കും, അത് കഴിയുമ്പോൾ പ്രകാശമുണ്ടെന്ന് പറയുന്നത് പോലെ ഇത് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഒത്തിരി പേര് ഒത്തിരി ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്ന് ഒത്തിരി മെസ്സേജുകളിൽ കൂടിയും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തെല്ലാം സൈസ് ദുഃഖങ്ങളല്ലേ ഓരോരുത്തരും അനുഭവിക്കുന്നത്. അത് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. എൻ്റെ ജീവിതത്തിലുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ സുഹിമാന്മാരാന്ന് പറയുന്ന പലരുടെയും ജീവിതത്തിലും ദുഃഖങ്ങളും ഒക്കെയുണ്ട് ഇല്ലേ? പക്ഷേ നമ്മൾ അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റുള്ളൂ. വിജയിക്കുക തന്നെയല്ല, നമുക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിപ്പെടണമെങ്കിൽ നമ്മൾ അതിനെയെല്ലാം മറന്ന് നമ്മൾ മുന്നോട്ട് പോകണം. ഒരു റാന്തൽ വിളക്കിൻ്റെ കഥ ഞാൻ പറഞ്ഞേൽപ്പിക്കാം. ഒരാൾ ഒരു റാന്തൽ വിളക്കും പിടിച്ച് ഒരു റോഡിൻ്റെ സൈഡിൽ നിൽക്കുക. അപ്പം ഒരു ഗുരു അതിലെ നടന്നു വന്നപ്പോൾ ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അതെ, ഈ വിളക്കിൻ്റെ വെളിച്ചം 3 അടി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് നടന്നു പോകാൻ സാധിക്കില്ല, ഇരുട്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, നീ ഇരുന്നിടത്തിരിക്കാതെ നീ എണീറ്റ് നടക്കുക, അപ്പോൾ നിന്റെ മുമ്പ് പ്രകാശവും പൊയ്ക്കോളും എന്ന് പറഞ്ഞു. 3 അടി വെച്ച് 3 പടി വെച്ച് നിന്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ നമ്മളും റാന്തൽ വിളക്ക് വേണ്ടി മുന്നോട്ട് തന്നെ നടക്കുക. നമ്മുടെ മുന്നിലേക്കുള്ള ആ 3 അടികൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാനേ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഉണ്ട് ജീവിതത്തിൽ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാതെയായി മാനസികമാണെങ്കിലും രോഗങ്ങളായിട്ടും പിന്നെ വീട്ടുകാരുടെ അവഗണനയായാലും എന്താണെങ്കിലും എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പലർക്കും പല രീതിയിലാണെന്ന് മാത്രം. പണമുള്ളവന് എല്ലാം സുഖമായിട്ടാണ് കിടന്നുറങ്ങുന്നതെന്ന് നമ്മൾ ചിന്തിക്കരുത് കേട്ടോ. അവർക്ക് അതിൻ്റേതായ വിഷമങ്ങളുള്ളവരും ദൂരം പേരുണ്ട്. വേറെ ശാരീരിക വിഷമങ്ങളായിരിക്കും അവർക്കുള്ള, വേറെ അവസ്ഥയിലുള്ള ദുഃഖങ്ങളായിരിക്കും അവർക്കുള്ളത്. എന്നാൽ ഒന്നുമില്ലായകയിൽ സമാധാനത്തോടെ ജീവിക്കുന്നവർ എത്രയോ പേരുണ്ടെന്നറിയാവോ? അപ്പോൾ അതൊന്നുമല്ല അതിൻ്റെ ഒരു മാനദണ്ഡം. നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിയാൽ മാത്രം മതി. നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാണ്ട് നമ്മൾ ദുഃഖം വരും, എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ആ വരും എന്നും പറഞ്ഞ് നമ്മൾ അതിനെ സ്വീകരിച്ച് അതിനെ താലോലിച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഒരമ്മ കുഞ്ഞിനെ എങ്ങനെയാണോ താലോലിക്കുന്നത് അതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ താലോലിക്കുക. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, നമുക്കിതിൽ നിന്ന് മുക്തി നേടണം, നമ്മളിതിൽ കിടന്നാൽ പറ്റില്ല എന്ന് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക. അല്ലാണ്ട് എന്നും പറഞ്ഞ് മനസ്സിനെ തന്നെ താലോലിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല കേട്ടോ. മനസ്സിനെ താലോലിച്ച് അതിനെ വേറൊരു രൂപത്തിലേക്ക് അതിനെ പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി നമ്മൾ നേടിയെടുക്കുക. നമ്മളല്ലാണ്ട് കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടെന്നേ, അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഈ പ്രപഞ്ചം അങ്ങനെയാണ്. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്, കുന്നുണ്ടെങ്കിൽ കുഴിയുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതേപോലെ ഋതുക്കൾ മാറി വരും ഇല്ലേ? അതേപോലെ എല്ലാത്തിനും മഴയുണ്ട്, വെയിലുണ്ട്, എല്ലാത്തിനും ഉണ്ട്. കാലാവസ്ഥയ്ക്ക് തന്നെയുണ്ട് മാറ്റങ്ങൾ, നമുക്കറിയാവുന്നതല്ലേ. അപ്പം നമ്മൾ ഈ ദുഃഖത്തിൽ കിടന്ന് ചിലരുടെ മെസ്സേജുകൾ വായിക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നാറുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോവുക. അതാണ് ഏറ്റവും നല്ല മാർഗം. വിജയിക്കുക. ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ അവിടെ തളർന്നിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കാൻ, അതായത് തളർന്നിരിക്കുന്നിടത്ത് പിന്നെ തളർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തളർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ തളർന്നിടത്ത് തന്നെ ഇരിക്കാണ്ടിരിക്കുക. അതൊരു നിമിഷം കഴിയുമ്പോൾ നമ്മൾ അതിനെ മറന്നു പോവുക. എല്ലാം ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് എന്നും പറഞ്ഞ് ഡിലീറ്റ് ചെയ്ത് കളയുക നമ്മുടെ മനസ്സിൽ നിന്ന്. അതാണ് നമുക്ക് വേണ്ടത്. എല്ലാം അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. ദുഃഖങ്ങളും ദുരിതങ്ങളും പണത്തിൻ്റെ ബുദ്ധിമുട്ടും ഇല്ലാത്തവരെ ആരുമില്ല എന്നുള്ളത് പറഞ്ഞില്ലേ ആദ്യമേ തന്നെ. അതിനെയൊക്കെ മറക്കാൻ പറയാൻ എളുപ്പമാണെന്ന് പറയാം. പക്ഷേ അത് മറക്കാതെ പറ്റില്ലല്ലോ, വേറെ വഴിയില്ലല്ലോ നമുക്ക്. നമ്മൾ അതും കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുമോ? അതേപോലെ നമ്മൾ കഴിഞ്ഞു പോയതിനെ ഓർത്തിനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞു പോയത് കഴിഞ്ഞതിനൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് സാധാരണ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മളത് ഓർക്കില്ല. നമുക്ക് ദുഃഖം തന്ന കാര്യങ്ങളെ നമ്മൾ അധികം ഓർക്കുകയുള്ളൂ ഇല്ലേ? നമുക്ക് സന്തോഷം ഒത്തിരി തന്നിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. നമ്മുടെ മനസ്സിൽ എന്തോരം ദുഃഖം തന്നോ, ആരാണോ നമ്മളെ ദുഃഖിപ്പിക്കുന്നത് അവരെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ചിന്തകൾ. നമ്മൾ അതിനെ മാറ്റിയെടുക്കുക. ആ സന്തോഷത്തിനെ നമ്മൾ എങ്ങനെയാണോ മറന്ന പോലെ അതുപോലെ തന്നെ ദുഃഖത്തിനെ മറക്കാൻ ശ്രമിക്കുക. അവിടെ സന്തോഷം കൊണ്ടുവരിക, തിരിച്ചു ചെയ്യുക. അവിടെ ആ സ്ഥാനത്തേക്ക് സന്തോഷത്തെ കൊണ്ടുവരിക.
എന്നിട്ട് എങ്ങനെയെങ്കിലും പരമാവധി അതിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. അതിന് എന്താണോ മാർഗം, അത് നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്താൽ നമുക്ക് ഏത് പണി ചെയ്താലും നമുക്ക് അതിന് സന്തോഷം കണ്ടെത്താമെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ പാട്ട് കേട്ടാലാണോ, അല്ലെങ്കിൽ കഥകൾ വായിച്ചാലാണോ, അല്ലെങ്കിൽ യാത്രകൾ ചെയ്താലാണോ എന്ന് ഒറ്റ ചിന്തയോടുകൂടി എന്താണെന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുക്കുക. എന്നിട്ട് അതിൽ ഉറച്ചൊരു തീരുമാനമെടുത്ത് അതിലൂടെ മുന്നോട്ട് പോയി ഏതെങ്കിലും ഒരു ലക്ഷ്യം കണ്ടെത്തി അതിലേക്ക് മുന്നേറുക. അല്ലാണ്ട് എപ്പോഴും സങ്കടത്തിൽ കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ത് ചെയ്താലും ഇന്നിപ്പോൾ വരുമാന മാർഗമുണ്ട് മനുഷ്യർക്ക്. എന്തെങ്കിലും വരുമാന മാർഗങ്ങളും കണ്ടുപിടിക്കണം. എല്ലാവരും ചുമ്മാ ഇരുന്ന് സമയം കളയരുത്. നമുക്ക് വിലപ്പെട്ട ഓരോ മണിക്കൂറും നമ്മുടെ വിലപ്പെട്ട സമയത്തിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. അത് നമ്മൾ വെറുതെ പാഴാക്കി കളയാതിരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുക. ഇതൊക്കെയുള്ളൂ ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ സുഖദുഃഖ സമ്മിശ്രമാണ് അതിനകത്ത്. അതേപോലെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് കാണുന്നവൻ നാളെ പണക്കാരനായിരിക്കാം, ഇന്നൊന്നും ഇല്ലായി കിടന്നവൻ നാളത്തെ പണക്കാരനായിരിക്കാം, നാളത്തെ പണക്കാരൻ ചിലപ്പോൾ ദരിദ്രനായിരിക്കാം, ഇല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല ജ്ഞാനപ്പാനയ്ക്കകത്ത്. ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. ഒരു നിമിഷം മതി എല്ലാം തകിടം മറിഞ്ഞ് മാറി വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചിന്തിക്കുക, ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളും പ്രതിസന്ധികളും നമ്മളെ ഒന്നോടെ ഉരുക്കി നമ്മളെ സ്ട്രോങ് ആക്കി മാറ്റുന്നതെന്ന് നമ്മൾ വിചാരിച്ചാൽ മാത്രം മതി. എന്ത് ദുഃഖങ്ങളും എന്ത് പ്രതിസന്ധി വരുമ്പോഴും നമ്മൾ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുക നമ്മൾ വിചാരിച്ചാൽ മതി. നല്ലതിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് അതെന്ന് വിചാരിച്ചാൽ മാത്രം മതി. നമുക്ക് നന്മ കൊണ്ടുത്തരാൻ വേണ്ടിയിട്ടാണത്. അങ്ങനെ ഒരു ജീവിതത്തിൽ ദുഃഖം തന്നെയെന്ന് വിചാരിച്ചാൽ മതി. ചിലർ പറയും എനിക്ക് എന്നും ദുഃഖം എന്തോരം കാലം കഴിഞ്ഞാൽ എനിക്ക് ദുഃഖത്തിൽ നിന്ന് മാറാൻ പറ്റണില്ല എന്ന് പറയും. അതിൽ നിന്ന് ഉരുക്കി പുറത്തെടുത്ത് കഴിയുമ്പം നമ്മൾ ശുദ്ധമായ ഒരു മനുഷ്യരായി നമ്മൾ എല്ലാം വിജയിച്ചവരായിട്ട് വരും. നമ്മൾ അനങ്ങാതിരിക്കരുത്. നമ്മൾ എന്തെങ്കിലും പ്രവൃത്തിയും കൂടെ അനങ്ങാണ്ടിരുന്നാൽ നമുക്കൊരു വിജയം ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയും കൂടെ ചെയ്യുക. നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ ശ്രമിക്കുക. ഇതേ ഉള്ളൂ കേട്ടോ. ഇത്രയും പറയുന്നേ ഉള്ളൂ.